തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ പ്രകോപനപരമായ പരാമർശവുമായി പ്രിൻസിപ്പൽ അനീഷ ഷംസ്. സെൻസ്ലെസ് വിദ്യാർത്ഥികളാണ് സമരം ചെയ്യുന്നത് എന്നും റാഗിംഗ് പരാതിയിൽ താൻ സ്വീകരിച്ച നടപടി ശരിയാണ് എന്നുമാണ് പ്രിൻസിപ്പലിന്റെ വാദം. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ മാധ്യമങ്ങളെയും പ്രിൻസിപ്പൽ അധിക്ഷേപിച്ചു. ഏറ്റവും നല്ല ഗിമ്മിക്ക് കുറേ ചാനലുകൾ, ഒരു ഗുഡ് ഫോർ നത്തിങ് കുറേ ചാനലുകൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവന്മാർ താഴെ വന്നിരുന്ന് ലൈറ്റ് അടിച്ച് കാണിച്ചാൽ കുറച്ച് അറ്റൻഷൻ കിട്ടും എന്നുള്ളത് കൊണ്ട് കുറച്ച് സെൻസ്ലെസ് ആയിട്ടുള്ള പിള്ളേർ ഇതിൻ്റെ മേളിൽ കയറി നിൽക്കുന്നുണ്ട്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് കോളേജ് വിൽ എൻഡ് ഹിയർ എന്ന് അതിന് അർത്ഥമില്ല. അവരുടെ ബുദ്ധി നേരെ വീഴുന്ന സമയത്ത് തന്നെ അവരെ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നും ഒരാളുടെ ജീവിതം കളയാനുള്ള അവരുടെ ശ്രമത്തിന് ഒരു കോളേജ് കൂട്ടു നിൽക്കുക എന്നുള്ള പോളിസി എനിക്കില്ലാത്തതുകൊണ്ട് I'll stay with whatever position that I have taken. നിങ്ങൾക്ക് അതിൽ ക്രിട്ടിസൈസ് ചെയ്യാം, അനലൈസ് ചെയ്യാം, നിങ്ങൾക്ക് സൗകര്യമുള്ള എന്തും ചെയ്യാം. I don't care about it. ഇന്റേണൽ മാർക്ക് വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ സമരം മണിക്കൂറുകൾ പിന്നിട്ടു. സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം മാനേജ്മെന്റ് പിൻവലിച്ചെങ്കിലും പ്രിൻസിപ്പലിനെതിരെ നടപടി എടുക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 2 വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റി. രാഹുൽ വിജയനുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ പ്രിൻസിപ്പലിന്റെ ഒരു ശബ്ദ സന്ദേശം കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടല്ലോ. മാധ്യമങ്ങളെയും അധിക്ഷേപിക്കുന്നുണ്ട് പ്രിൻസിപ്പൽ. എന്താണ് വിദ്യാർത്ഥികളുടെ നിലപാട്, രാഹുൽ? ഉന്മേഷ്, ഒരുപറ്റം വിദ്യാർത്ഥികൾ ഈ കോളേജ് കെട്ടിടത്തിന് 4 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിരുന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതിനിടയിൽ അവരെ താഴെ ഇറക്കുന്നതിനുള്ള കഠിന ശ്രമം പോലീസിന്റെയും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതിനിടയിലാണ് ഒരു വാട്സപ്പ് സന്ദേശം ഈ പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിലാണ് ഈ പ്രകോപനപരമായ സന്ദേശം അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെൻസ്ലെസ് കുട്ടികളാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധവുമായി ഈ കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്. കുറച്ച് ക്യാമറ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും അതിന്റെ ലൈറ്റ് അടിച്ച് കാണിച്ചപ്പോഴേക്കും അവർക്ക് അറ്റൻഷൻ കിട്ടുമെന്നുള്ളൊരു തോന്നൽ കൊണ്ടാകാം ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങുന്നതും അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നത് എന്നുള്ളൊരു പ്രകോപനപരമായ രീതിയിലാണ് പ്രിൻസിപ്പാളിന്റെ ഈ ശബ്ദ സന്ദേശം എത്തുകയും ചെയ്തത്. മാത്രമല്ല, ഈ സസ്പെൻഷൻ നടപടിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി ശബ്ദ സന്ദേശത്തിൽ പറയുകയുണ്ടായി. മാത്രമല്ല, അത് ഒരു റാഗിംഗ് പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ താൻ അതിൽ നിന്നൊട്ടും പിന്നോട്ടില്ല, ആ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല, ഒരു കുട്ടിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത നടപടിക്കെതിരെയാണ് ഇത്തരം ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് നിന്ന് ആ ആരോപണ വിധേയമായ പെൺകുട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് വന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ കുട്ടികളുടെ പ്രതിഷേധം തുടരുകയാണ്. ഇവിടെ സബ് കളക്ടർ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് MP ഉണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്. ഇവിടെ ഇപ്പോൾ നിലവിൽ ചർച്ച നടക്കുകയാണ്. ഈ വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടക്കുകയാണ്. നിലവിൽ ഈ 7 പേരുടെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നു. അതായത് ഈ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഈ കോളേജിനെതിരെ ഉണ്ടായി, പ്രിൻസിപ്പലിനെതിരെ ഉണ്ടായി. അതിന് പിന്നാലെ കഴിഞ്ഞ 4 ദിവസമായി കോളേജിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. 7 കുട്ടികൾക്കെതിരെ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടപടിയെടുത്തു. അവർക്ക് സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് ഉത്തരവിറങ്ങി. അതിന് പിന്നാലെയാണ് ഈ വലിയ പ്രതിഷേധം ഉണ്ടായത്. കോളേജിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി ഉയർത്തുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിയത്. എന്തായാലും ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നതിനുള്ള നടപടിയിലേക്ക് മാനേജ്മെന്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഇത്തരം നടപടി, അതായത് മാർക്ക് ദാനം ഉൾപ്പെടെയുള്ള വിവാദം, വിദ്യാർത്ഥികളുടെ ആവശ്യം പ്രിൻസിപ്പലിനെതിരായ നടപടിയാണല്ലോ. പ്രിൻസിപ്പലിനെ മാറ്റണമെന്നാണല്ലോ ആവശ്യം. മാനേജ്മെന്റ് അത്തരമൊരു ആവശ്യത്തിന് വഴങ്ങുമോ? മാനേജ്മെന്റ് നിലവിൽ അത്തരമൊരു തീരുമാനത്തിനോട് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യത്തോട് അനുഭവപൂർവ്വമായിട്ടുള്ളൊരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് വിവാദത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളത് മാനേജ്മെന്റ് അംഗീകരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും മുന്നിൽ മാനേജ്മെന്റിന്റെ അംഗം എത്തി പറയുകയും ചെയ്താണ്, മാധ്യമങ്ങളോടും അക്കാര്യം പറയുകയും ചെയ്താണ്. അത് തിരുത്തുന്നതിനുള്ള നിലപാട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെ എടുക്കും എന്നുള്ളത് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രിൻസിപ്പാളിനെ അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഈ കോളേജിൽ നിന്ന് മാറ്റി നിർത്തുകയോ ചെയ്യേണ്ട എന്നൊരു നിലപാട് ആദ്യം മുതൽ തന്നെ ഈ മാനേജ്മെന്റിനുണ്ട്. പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഇത്ര മണിക്കൂർ 7 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു അനുനയ നീക്കം എന്ന നിലയ്ക്ക് ഈ പ്രിൻസിപ്പാളിനോട് അവധിയിൽ പ്രവേശിക്കാൻ കോളേജ് മാനേജ്മെന്റ് ഒരുപക്ഷെ നിർദ്ദേശിച്ചേക്കാം. അത്തരമൊരു സൂചന ലഭിക്കുന്നുണ്ട്. 13 ദിവസത്തേക്ക് പ്രിൻസിപ്പാൾ അവധിയിലേക്ക് പോകും എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നിലവിൽ എന്തായാലും ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. രാഹുൽ വിജയനാണ് തൊടുപുഴയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വിദ്യാർത്ഥികൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, സമരം തുടരുകയാണ്.